Yes. Find the third proportional to 9 and 12. മൂന്നാമത്തെ പ്രൊപ്പോർഷണൽ അംശബന്ധത്തിൻ്റെ ക്വസ്റ്റൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷണലിൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ അംശബന്ധമാണ് ഓരോ നമ്പറിൻ്റെ 9 കഴിഞ്ഞ് 12 ഇത് ഒരു അംശബന്ധം. തേർഡ് പ്രൊപ്പോർഷൻ എന്തുമായിരിക്കും അതാണ് ചോദ്യം. പ്രൊപ്പോർഷണൽ. അതേപോലെ 3 നമ്പർ തന്നിട്ട് നാലാമത്തെ ഫോർത്ത് പ്രൊപ്പോർഷണൽ. ഇപ്പോൾ 2 സംഖ്യ തന്നിരിക്കും, തേർഡ് പ്രൊപ്പോർഷണൽ ചോദിച്ചിരിക്കും. ഇത് എപ്പോഴും വരുന്ന ക്വസ്റ്റനാണ്, റിപ്പീറ്റഡ്. അതേപോലെ 3 നമ്പർ തന്നിരിക്കും, നാലാമത്തെ പ്രൊപ്പോസൽ ചോദിച്ചിരിക്കും. 2 ക്വസ്റ്റൻ നമുക്ക് നോക്കാം. ഷോർട്ട് കട്ട് വിതിൻ 30 സെക്കൻഡ് പോലും ഇല്ല, ട്രിപ്പ് മനസ്സിലാക്കണം. തേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ 2 സംഖ്യയല്ലേ, 9 12. മൂന്നാമത്തെ പ്രൊപ്പോസൽ അടുത്ത നമ്പർ ഏതാ അടുത്തില്ല. അത് കണ്ടുപിടിക്കാൻ ഈ 2 സംഖ്യ വന്നപ്പോൾ ഈ രണ്ടാമത്തെ സംഖ്യ മാത്രം എടുക്കണം. ഫസ്റ്റ് എടുക്കരുത് എപ്പോഴും. ഫസ്റ്റ് അടിയിൽ എഴുതുന്ന ക്വസ്റ്റൻ പറയാം. രണ്ടാമത്തെ സംഖ്യ 1 ഉള്ളൂ. അപ്പോൾ 1 2 പ്രാവശ്യം എഴുതിക്കോ. 12 × 12. അടിയിൽ 9. മുകളിൽ 2 നമ്പർ വേണം, അടിയിൽ 1 നമ്പർ. മണ്ടയ്ക്ക് 2 നമ്പർ, ഇതിലും അതിലും എങ്ങനെ 2 നമ്പർ 2 സംഖ്യ കൊണ്ട് കുടിക്കണം. അടിയിൽ 1. ഇത് അടിയിൽ 9 ഫസ്റ്റ് നമ്പർ എഴുതി. അടിയിൽ ഫസ്റ്റ് നമ്പർ 1ാമത്തെ നമ്പർ. സെക്കൻഡ് നമ്പർ 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് 2 പ്രാവശ്യം കുടിക്കാം. അങ്ങനെ 2 നമ്പർ വേണം. 2 പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ 9 സിംപ്ലിഫൈ ചെയ്താൽ മതി, ആൻസർ കിട്ടും. 3 3s are 9, 4 3s are 12, 3 1s are 3, 4 3s are 12, 4 × 4 16. നമ്മുടെ ആൻസർ B 16. ഇതാണ് തേർഡ് പ്രൊപ്പോർഷണൽ. മൂന്നാമത്തെ സംഖ്യ 2 സംഖ്യ തന്നിരിക്കും. മൂന്നാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ട്രിക്ക് മനസ്സിലാക്കുന്നത്. അടുത്തത് നെക്സ്റ്റ് ഫോർത്ത് പ്രൊപ്പോർഷണൽ. സെയിം ടൈപ്പാണ്. ഇത് 3 സംഖ്യയാണ്. അടിയിൽ എഴുതുന്നത് എപ്പോഴും ഫസ്റ്റ് നമ്പർ ആയിരിക്കും. 10 12 15. ഇത് അടിയിലാണ് എഴുതേണ്ടത്. അപ്പോൾ 2 സംഖ്യ ഉള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് 12ഉം 15ഉം ഗുണിക്കാം ബൈ 10. 2 5s are 10, 3 5s are 12, 2 2 6 6 × 3 18 ആണ്. നമ്മുടെ ആൻസർ C 18. മനസ്സിലായല്ലോ. ഇതാണ് തേർഡ് പ്രൊപ്പോർഷണൽ ഫോർത്ത് പ്രൊപ്പോർഷണൽ ട്രിക്ക്. മനസ്സിലാക്കണം. ഇത് മറന്നു പോകും. പിന്നെ നിങ്ങൾ അപ്പോഴത്തെ എഴുതി മനസ്സിലാക്കി ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ വന്ന് ഈസിയായിട്ട് 2 മാർക്ക് എടുത്തിട്ട് പോകാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.